നമ്മുടെ യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ATM പിൻ നമ്പർ ഏതെങ്കിലും തരത്തിൽ നഷ്ടപ്പെട്ടു പോവുകയാണെങ്കിൽ നമുക്കെങ്ങനെ എളുപ്പത്തിൽ അത് റിക്കവർ ചെയ്തെടുക്കാം എന്ന കാര്യത്തെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം നമുക്കിനി കൂടുതൽ കാര്യങ്ങളോട് തന്നെ പോകാം. അപ്പോൾ ഇതിന് ആദ്യമായിട്ട് തന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു ATM കൗണ്ടറിലോട്ട് പോവുക. അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിലോട്ട് കൃത്യമായിട്ടൊന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. കാർഡ് ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് സ്ക്രീനിൽ ഇത്തരത്തിൽ ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് വന്നതായിട്ട് കാണാം. ആ ഓപ്ഷൻസ് നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടില്ല. അതിന് താഴെയായിട്ട് റൈറ്റ് സൈഡിൽ നമുക്ക് ഗ്രീൻ പിന്ന് ഫോർഗോട്ട് പിന്ന് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാനായിട്ട് കഴിയും. നമ്മൾ ആ ഏരിയയിലാണ് ടാപ്പ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ഗ്രീൻ പിന്ന് OTP എന്നുള്ള ഒരു ഏരിയയിലോട്ട് എത്തും. അപ്പോൾ ഇവിടെ ആ ഫസ്റ്റ് ഓപ്ഷനിൽ, അതായത് OTP ജനറേഷൻ എന്നുള്ള ആ ഫസ്റ്റ് ഓപ്ഷനിലാണ് നമ്മളിവിടെ കൃത്യമായിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ബാങ്കിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറിലോട്ട് ഒരു 6 അക്ക അല്ലെങ്കിൽ 4 അക്ക OTP നമ്പർ അയക്കുന്നതാണ്. ആ വന്നിട്ടുള്ള OTP നമ്പർ നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഓർത്ത് വെക്കുക. മുന്നോട്ട് നമ്മുടെ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അത് ആവശ്യമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങളുടെ ATM കാർഡ് മിഷനിൽ നിന്നൊന്ന് തിരിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം ആ കാർഡ് കൃത്യമായിട്ട് തന്നെ ഒരു തവണ കൂടി ആ മിഷനിലോട്ട് ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഇൻസേർട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ക്രീനിൽ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ആ സെയിം ഓപ്ഷൻസ്, അതായത് ലാംഗ്വേജ് സെലക്ട് ചെയ്യേണ്ട ഓപ്ഷൻസ് കാണാം. അതിന് താഴെ കൃത്യമായിട്ട് നമ്മുടെ ഗ്രീൻ പിന്ന് ഫോർഗോട്ട് പിന്ന് എന്നുള്ള ആ ഓപ്ഷനും കാണാനായിട്ട് കഴിയും. നമ്മൾ ആ ഓപ്ഷനിലാണ് കൃത്യമായിട്ട് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രീൻ പിന്ന് OTP എന്നുള്ള ഏരിയക്ക് താഴെയായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള ആ സെയിം ഓപ്ഷൻസ് കാണാനായിട്ട് കഴിയും. അപ്പോൾ ഇതിൽ OTP ജനറേഷൻ നമ്മൾ ഓൾറെഡി സെലക്ട് ചെയ്ത് കഴിഞ്ഞു. അതിനും താഴെയായിട്ട് OTP വാലിഡേഷൻ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അത് ടാപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജ് ഇവിടെ എനേബിൾ ആയിട്ട് വരുന്നത് കാണാം. അതായത് നമുക്കിപ്പോൾ OTP ആയിട്ട് വന്നിട്ടുള്ള ആ 4 അക്ക അല്ലെങ്കിൽ ആ 6 അക്ക നമ്പർ ഇവിടെയാണ് നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. അത് എൻ്റർ ചെയ്തതിന് ശേഷം നമ്മൾ കറക്റ്റ് എന്നുള്ള റൈറ്റ് സൈഡിലുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ ആണ് നമ്മൾ കൃത്യമായിട്ട് തന്നെ നമ്മുടെ പുതിയ ATM പിൻ നമ്പർ സെറ്റ് ചെയ്യേണ്ട ഏരിയയിലോട്ട് എത്തുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കുന്ന സെക്യൂർഡ് ആയിട്ടുള്ള ഒരു 4 അക്ക നമ്പർ തന്നെ സെറ്റ് ചെയ്യാനായിട്ട് മാക്സിമം ശ്രദ്ധിക്കുക. അതിനുശേഷം കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും ആ സെയിം പിൻ നമ്പർ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള ആ 4 അക്ക പിൻ നമ്പർ റീ എൻ്റർ ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. അതും എൻ്റർ ചെയ്തിട്ട് കറക്റ്റ് എന്നുള്ള ഏരിയയിൽ ടാപ്പ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ കൃത്യമായിട്ട് നമ്മുടെ പുതിയ പിൻ നമ്പർ ഇവിടെ സെറ്റായിട്ടുണ്ടാവും എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഇത്തരത്തിൽ എളുപ്പത്തിൽ നമുക്ക് ഈ പ്രോസസ്സ് ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്നതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളൂ. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് പോവുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പോകുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിച്ച് പോവുക.